2020 മുതൽ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിലിമിനറി പരീക്ഷകളും അതിനെ അടിസ്ഥാനമാക്കി മെയിൻ പരീക്ഷയും നിലവിലുണ്ട്. എന്നാൽ യൂണിഫോം തസ്തിക ഉൾപ്പെടെയുള്ള ചില പരീക്ഷകൾ, LDC പോലെയുള്ള പരീക്ഷകൾ എന്നിവയ്ക്ക് ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ എന്ന കാര്യവും നമുക്കറിയാമല്ലോ. നമ്മുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരിക്കണം. ആ ഫയലിൽ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും സിലബസാണ് ആദ്യം വേണ്ടത്. ഒരു പ്രിൻ്റഡ് കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ കോപ്പി കഴിയുമെങ്കിൽ നമ്മുടെ പഠനമുറിയിൽ പതിപ്പിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത എത്രയെത്ര ടോപ്പിക്കുകളാണ് സിലബസിലുള്ളത്, ശരിയല്ലേ? ഉദാഹരണത്തിന് സ്ത്രീധന നിരോധന നിയമം എന്നത് നിങ്ങളുടെ സിലബസിൽ ഏത് ടോപ്പിക്കിലാണ് വരുന്നതെന്ന് പറയാമോ? സ്പെഷ്യൽ ടോപ്പിക്കിലാണ്. എന്നാൽ സ്ത്രീ സംരക്ഷണമോ, അത് സിവിക്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സാമ്പത്തിക സാമൂഹിക വാണിജ്യ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഏത് ടോപ്പിക്കിലാണ്? സാമ്പത്തികമെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇക്കണോമിക്സ് ആണല്ല, സിവിക്സിൻ്റെ ഭാഗമാണ്. എന്നാൽ സാമ്പത്തിക ആസൂത്രണമോ, അത് സാമ്പത്തിക ശാസ്ത്രം, ഇക്കണോമിക്സിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ സിലബസിലെ മാറ്റങ്ങൾ, സിലബസിലെ ഓരോ ടോപ്പിക്കുകൾ ഏതെല്ലാമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആദ്യഘട്ടം.